നമസ്കാരം. സംഗീത ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന സ്വരസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ പൂവച്ചൽ ഖാദറിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഗാനത്തോടുകൂടി നമുക്കിന്നത്തെ സ്വരസാഗരം ആരംഭിക്കാം. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ. മമ മോഹം നീ അറിഞ്ഞു, മമ മോഹം നീ അറിഞ്ഞു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, മൈനകൾ പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു. മൈനകൾ പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു. കനവെല്ലാം കതിരാകുവാനെന്നുമെൻ്റെ തുണയാകുവാൻ വരദേ. അനുവാദം നീ തരില്ലേ, അനുവാദം നീ തരില്ലേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി
ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. സ്വരസാഗരത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കൊട്ടാരക്കര കലയപുരത്തു നിന്ന് വന്നിട്ടുള്ള ജോഫിനാണ്. ജോഫിനോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം ജോഫിൻ. നമസ്കാരം. സ്വരസാഗരത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരുപാട് സന്തോഷം ജോഫിനെ ഒരു അതിഥിയായി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ കിട്ടിയതിൽ. ജോഫിൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു തിരുവനന്തപുരത്ത് അല്ലേ? അതെ. ഓക്കെ. എന്ത് കോഴ്സ് കഴിഞ്ഞത്? ഞാൻ ബിടെക് ആണ് പഠിച്ചത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഓ ശരി. ഓക്കെ. സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. പാട്ടുകൾ കേൾക്കാറുണ്ട്. കേട്ട് പഠിക്കാറുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അതെ. പ്രോഗ്രാംസിന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പാടിയിട്ടോ അങ്ങനത്തെ കോളേജ് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ജോഫിന്റെ ഒരു നല്ലൊരു പാട്ട് കേൾക്കാം നമുക്ക് ആദ്യമായിട്ട്. ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ കിരീടം എന്ന സിനിമയിലെ കണ്ണീർ പൂവിന്റെ കവിളിത്തലോടി. ആരാ എഴുതിയെന്നൊക്കെ അറിയാമോ? പാട്ട് എഴുതിയത് കൈതപ്രം തിരുമേനിയാണ് എഴുതിയത്. അവരമ്പൂരി. പിന്നെ സംഗീതം. ഓക്കെ കേൾക്കാം. ഓക്കെ ശരി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി. 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെൺമേഘവും മഴനുക്കിനാവായി മറഞ്ഞു. ദൂരെ പുള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. ഒരു കുഞ്ഞു പാട്ടായി വിരുന്തി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു. ആരെയോ തേടി പിടഞ്ഞു. കാറ്റും ഒരു പാടുനാളായലഞ്ഞു. പൂന്തെന്നലിൽ പൊന്നോ
ഇടം മറഞ്ഞു. കഥനങ്ങളിൽ തുണയാകുവാ വെറുതെ ഒരുങ്ങുന്ന മൗനം എങ്ങോ പുള്ളോർ കുടം പോലെ വിങ്ങി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു. എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി. ജോഫിൻ വളരെ നന്നായിട്ട് പാടിയിട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ടോ ജോഫിന്? ഇല്ല, പഠിച്ചിട്ടില്ല. പഠിക്കാനുള്ള എന്താ ആഗ്രഹമുണ്ട്? സാഹചര്യങ്ങൾ അങ്ങനെ വന്നിട്ടില്ല അല്ലേ? വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു അനിയനുണ്ട്. അനിയൻ എന്ത് എടുക്കുന്നു? അവനിപ്പം BCA സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ കോട്ടയം MRFലാണ് വർക്ക് ചെയ്യുന്നത്. MRFൽ? ഓ ശരി ശരി. അമ്മ ഹൗസ് വൈഫാണല്ലേ? ഓക്കെ ഓക്കെ. എല്ലാവരും പാട്ടിലൊക്കെ നല്ല പ്രോത്സാഹനമാണോ? അതെ, അമ്മ നല്ല സപ്പോർട്ടാണ് അല്ലേ? വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാംസിലൊക്കെ ഇങ്ങനെ പാടിയിട്ടുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. എന്തൊക്കെയോ ഇടയ്ക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ചാനലൊക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ 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 ഓക്കെ. ഒരുപാട് സന്തോഷം. ഇനി ഒരു പാട്ട് ഏതാണ് അടുത്ത് പാടുന്നത്? അടുത്തത് മണിച്ചിത്ര എന്ന ചിത്രത്തിലെ പഴന്തമിഴ് പാട്ട്, എം രാമകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്, ബിച്ചു തിരുമല സാർ എഴുതിയ അല്ലേ? ഓക്കെ ഓക്കെ. കേൾക്കാം. ഓക്കെ. പഴന്തമിഴ് പാട്ടിടയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവരമായി നമയങ്ങി. സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ? കനകു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുമോ? വിരലിൽ നിന്നും വഴുതി വീണു വിരസമായുരാതിപാടും പഴന്തമിഴ് പാട്ടിടയും ശ്രുതിയും പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവരമായി നമയങ്ങി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമാ. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമാ. വിദുരയാമീ വീണ പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം കൺമതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ. പഴന്തമിഴ് പാട്ടിടയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവരമായി നമയങ്ങി.
കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കരമനഞ്ഞ പൈങ്കിളി. കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കരമനഞ്ഞ പൈങ്കിളി. സ്വരമുറങ്ങും നാവിലെന്റെ വരിമറന്ന പല്ലവി. മഞ്ഞുറയും നാവരയിൽ മാമലരാൻ നീ കൊഴിഞ്ഞു. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവരമൈനമയങ്ങി. സരസസുന്ദരി മണി നീ അലസമാ ഉറങ്ങിയോ. കനവു നീതൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ. വിരലിൽ നിന്നു വഴുതി വീണു വിരസമായുരാതി കാണും. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. ഓഫീസ് ആൻഡ് ബിസിനസ്, ഓൺലൈൻ ക്ലാസസ്, ഗെയിമിംഗ്, എന്റർടൈൻമെന്റ്, മൾട്ടിമീഡിയ ആവശ്യങ്ങൾ പലതാണ്. അതിന്റെ പൂർണ്ണതയ്ക്കായി ഒരു സ്മാർട്ടായ തീരുമാനം ലെനോവോ. ദ സ്മാർട്ടർ ടെക്നോളജി ഫോർ ഓൾ. ലോകോത്തര ബ്രാൻഡായ ലെനോവോ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ നിന്നും ആകർഷകമായ വിലക്കുറവിൽ ടാബ്ലറ്റ്, PC, ലാപ്ടോപ്പ്, ആക്സസറീസ് തുടങ്ങിയവ സ്വന്തമാക്കാൻ ഇപ്പോൾ സുവർണാവസരം. അതും 3 വർഷം വരെ വാറന്റിയോടെ. കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഈസി EMI സൗകര്യം. മികച്ച വിൽപ്പനാനന്തര സേവനങ്ങൾക്കായി ഓൾനെറ്റ് സ്മാർട്ട് സർവീസ് സെന്റർ. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ സ്റ്റോർ സന്ദർശിക്കുകയോ 9847078211 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യൂ. ലെനോവോ എക്സ്ക്ലൂസീവ് സ്റ്റോർ അറ്റ് 2nd ഫ്ലോർ ലുലു മാൾ, 3rd ഫ്ലോർ ഒബ്രോൺ മാൾ, ജില്ലാ ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ആലപ്പുഴ, രാമൻചിറ, MC റോഡ്, തിരുവല്ല. ജോഫിൻ നന്നായിട്ട് പാടി. നല്ല ഫീലുണ്ടായിരുന്നു. ഫീല് നന്നായിട്ടുണ്ടായിരുന്നു. സംഗതികൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ജോഫിൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടീവ് ആണോ? അതെ, നല്ല സപ്പോർട്ടാണ്. കാരണം കോളേജിൽ പെർഫോം ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ. കോളേജിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതാണോ? ഇങ്ങനെ ആർട്സ് ഫെസ്റ്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫീസിൽ എങ്ങനെയാണ്? ഓഫീസ് ഇപ്പൊ ഞാനിപ്പോ വർക്ക് ഫ്രം ഹോം ആണ്. ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഓഫീസ് ഇതുവരെ പോയിട്ടില്ല അല്ലേ? ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഓ ശരി ശരി. അപ്പം സ്റ്റാഫിനെ ഒന്നും ഡയറക്റ്റ് കണ്ടിട്ടില്ല. അത് നല്ല രസമാണ്. എന്തായാലും ഒരുപാട് പാഠങ്ങളാണ് ഇപ്പം നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെയൊക്കെ. ജോഫിൻ്റെ ഇനിയും അടുത്ത ഒരു പാട്ട് കേൾക്കാൻ ഇങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അടുത്ത ഏത് പാട്ടാണ് പാടുന്നത്? അടുത്ത നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ വൈശാഖസന്ധ്യ എന്നുള്ള വൈശാഖസന്ധ്യ. നമ്മുടെ യൂസഫ് അലി സാർ എഴുതിയ ശ്യാം സാറിൻ്റെ മ്യൂസിക് അല്ലേ? ഓക്കെ, കേൾക്കാം. ഓക്കെ, ശരി. വൈശാഖസന്ധി നിൻ ചുണ്ടിലിന്തി അരുണ സഹിത നദര കാന്തിയോ. ഓമലേ പറയൂ നീ മിന്നിൽ നിന്നും പാടി വന്ന ലാവണ്യമേ. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുണ സഹിത നദര കാന്തിയോ.
ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കുഴിഞ്ഞ സുമം പൂത്തുവിടന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കുഴിഞ്ഞ സുമം പൂത്തുവിടന്നു. മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയ മൃദുല തന്ത്രിയേന്തി ദേവാമൃതം. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുവ സഹിത നദര കാന്തിയോ. മലരിതളിൽ മണിശലഭം വീണുമയങ്ങി. രതിനദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി. മലരിതളിൽ മണിശലഭം വീണുമയങ്ങി. രതിനദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി. നീറുമെൻ പ്രാണനിൽ നീ ആശതൻ തേനൊഴുക്കി. നീറുമെൻ പ്രാണനിൽ നീ ആശതൻ തേനൊഴുക്കി. പുളകമുകുളമേന്തിരാജ വൃന്ദാവനം. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമ സഹിത നദര കാന്തിയോ. ഓമലേ പറയൂ നീ മിന്നിൽ നിന്നു പാടി വന്ന ലാവണ്യമേ. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമ സഹിത നദര കാന്തിയോ. ജോഫിൻ ഈ ഗാനം വളരെ നന്നായിട്ട് പാടി. ജോഫിൻ്റെ സിംഗിങ് സ്റ്റൈലിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ല ഫീലുണ്ട്. പിന്നെ അതുമാത്രമല്ല, ജോഫിൻ്റെ വോയിസ് നല്ല വോയിസുമാണ്. പിന്നെ സംഗീതം പഠിക്കാത്തതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഇവിടെ ഉണ്ട്. ഏറ്റവും നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. ഇനിയെങ്കിലും മ്യൂസിക്കിലേക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? അതെ, തീർച്ചയായും. ഓക്കെ. ജോഫിൻ്റെ ഒരു പഴയ ഒരു ഗാനം പാടിത്തരാമോ എനിക്ക്? ഏത് പാട്ടാണ് പാടുന്നത് ജോഫ്? റോസി എന്ന ചിത്രത്തിലെ അല്ലിയാമ്പൽ കടവിൽ. പി ഭാസ്കർ മാഷ് എഴുതിയ ഗാനം അല്ലേ? ആരാ മ്യൂസിക് ചെയ്തെന്ന് അറിയാമോ? ജോബാണ്. ദാസേട്ടൻ പാട്ടിയ വളരെ മനോഹരമായൊരു ഗാനമാണ്. അപ്പം അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ജോഫിന് സംഗീത ജീവിതത്തിൽ ഇനിയും മുമ്പോട്ടുള്ള ഒരുപാട് വഴികളുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ ഭാഗങ്ങളും ജഗദീശനും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകി അനുരാഗ കരിക്കൻ വെള്ളം അന്നു നെഞ്ചിലാകി അനുരാഗ കരിക്കൻ വെള്ളം താമര പൂനീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര
പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവീലൻ അരയ്ക്കു വെള്ളം. അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകി അനുരാഗ കരിക്കിൻ വെള്ളം. കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ. ഇന്ന് കാലമായില്ലേ എന്റെ കൈ പിടിച്ചിടാ. കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ. ഇന്ന് കാലമായില്ലേ എന്റെ കൈ പിടിച്ചിടാ. അന്ന് മൂളിപ്പാട്ട് പാടിത്തന്ന മുളം തത്തമ്മേ ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. അല്ലിയാമ്പൽ കടവീലൻ അരയ്ക്കു വെള്ളം. അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകി അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകി അനുരാഗ കരിക്കിൻ വെള്ളം. സാന്ത്വനം മോഡേൺ ഗ്യാസ് ചൂള, കൊല്ലം.